സലാം അടക്കൂലേ? എങ്ങനെ സലാം അടക്കുക? അസ്സലാമു. ആ, നല്ല കുട്ടികൾ. ഞാൻ ഒന്നുകൂടി സലാം പറയട്ടെ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. ഇതൊക്കെ തന്നെ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ എന്ത് ചൊല്ലണം എന്ന് നിങ്ങളെ പഠിപ്പിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം എന്ന് നിങ്ങളെ പഠിപ്പിക്കും. ഉറങ്ങാൻ പോകുമ്പോ എന്താ ചൊല്ലാന്ന് പഠിപ്പിക്കും. വാഹനത്തിൽ കയറുമ്പോ എന്തെല്ലാം ഒക്കെ ചൊല്ലണം അതൊക്കെ പഠിപ്പിക്കും ഇല്ലേ? അതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിഞ്ഞ് നിങ്ങൾ വലിയ കുട്ടികളാവും അല്ലേ? നിങ്ങൾ മാത്രം പഠിക്കുകയല്ല, നിങ്ങളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും അതൊക്കെ കാണിച്ചു കൊടുക്കൂലേ? എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ചൊല്ലുക എന്നുള്ളത് നമ്മൾ ചൊല്ലുമ്പോ നമ്മളെ ഉമ്മി നമ്മളെ കൂടെ ചൊല്ലും അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് കൂലി പടച്ചോൻ തരും അല്ലേ? നമ്മുടെ ഉപ്പയും നമ്മളെ കൂടെ ചൊല്ലും. നമ്മൾ കടന്നുറങ്ങാൻ പോകുമ്പോഴേ എന്താ ചൊല്ലാന്ന് ചിലപ്പോ ഉമ്മക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചൊല്ലുമ്പോ ഉമ്മ പഠിച്ചത്, പഴയ കാലത്ത് പഠിച്ചത് ഉമ്മാക്ക് ഓർമ്മയാകും. അപ്പൊ അതിന്റെ കൂലി ആർക്കാ കിട്ടുക? നമുക്ക് കിട്ടും അല്ലേ? ഇൻഷാ അല്ലാഹ് ആ നിലക്ക് നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന, നല്ല കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ രക്ഷിതാക്കളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സൗഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ ചുവടുവെക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഈ സൗഭാഗ്യം നൽകില്ല, ചിലർക്ക് മാത്രമേ ഈ സൗഭാഗ്യം കൊടുക്കുകയുള്ളൂ. കാരണം ഈ പ്രായത്തിലാണ് നമ്മുടെ മക്കള് നമ്മൾ അതിന്റെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്പീഡാണ്. പഴയ കാലത്തെ കുട്ടികളെ പോലെ അല്ല. ഇവർക്കൊന്ന് ഒതുങ്ങിയിരിക്കാൻ, പഴയ കാലത്ത് ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതമല്ല ഇപ്പോ കുറച്ച് പുരോഗമിച്ച കുട്ടികളാണ്. ഇവര് മൊബൈല് മാത്രം കണ്ടിട്ട് ആ രീതിയിൽ ശീലിച്ച കുട്ടികളാണ്. നമ്മളൊക്കെ മൊബൈൽ ഇല്ലാത്ത കാലത്ത് ജീവിച്ചിട്ടുണ്ട്, മൊബൈല് പുതിയ കാലത്ത് വന്നപ്പോഴും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അനുസരണയും, ഇവർക്ക് അനുസരണം എല്ലാമല്ല, ഇവരെ നോക്കുന്ന പോലെ, വളർത്തുന്ന പോലെ, പരിശീലിപ്പിക്കുന്ന പോലെ ഇവരെ വളർത്തിയാൽ അവർക്ക് അതിനുള്ള ഗുണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അള്ളാഹു ആ രീതിയിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്നാ പറയാം. എല്ലാ കുട്ടികളും അവര് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടെയാണ് അവര് പ്രസവിക്കപ്പെടുന്നത്. ക്ലീൻ സ്ലേറ്റ് ആണ്. ഒരു സ്ലേറ്റിൽ ഒന്നും എഴുതാത്തതുപോലെ ക്ലീൻ സ്ലേറ്റ് ആണ് നമ്മുടെ കുഞ്ഞുമക്കൾ. അവരുടെ മനസ്സിൽ ഒരു കളങ്കവുമില്ല. ആ കളങ്കമറ്റ നല്ല വിശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സുള്ള കുഞ്ഞുമക്കളാണ്. ഇവരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ദുആ ചെയ്താൽ ദുആ ചെയ്യും. അത്രമേൽ നിഷ്കളങ്കരാണ് ഈ കുഞ്ഞുമക്കൾ. ആ കുഞ്ഞുമക്കൾക്ക് മറ്റു ചിന്തകളോ അരുതാത്ത ചില ശീലങ്ങളോ വരാതെ നമ്മുടെ സംസ്കാരത്തിലായി വളർത്താൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല ഒരു പാഠ്യപദ്ധതിയുള്ള ഒരു രീതിയാണ് നമ്മുടെ ഈ ക്ലാസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽബാബ് എന്ന് പറഞ്ഞാൽ തന്നെ കവാടം, വാതില് എന്നാണ് അർത്ഥം. അത് വിശുദ്ധിയുടെ വാതിലായി നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് തന്ന പാരിതോഷികമാണ്. ആ പാരിതോഷികത്തിനെ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമുക്ക് രാഷ്ട്രപതിയോ നമ്മുടെ പ്രധാനമന്ത്രിയോ നമുക്കൊരു പാരിതോഷികം തന്നാൽ, ഒരു സമ്മാനം തന്നാൽ, നമ്മളത് എല്ലാവരും കാണുന്നിടത്ത് വെച്ചാലും അതിന് പൊടി പുരളാതെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യും. എന്ന പോലെ രാജാതിരാജനായ റബ്ബ് നമുക്ക് തന്ന നല്ല സമ്മാനങ്ങളാണ് ഈ ഇരിക്കുന്ന കുഞ്ഞുമക്കൾ. ഇത് കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. ഇങ്ങനെ കുഞ്ഞുമക്കളെ കിട്ടാത്ത, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് കിട്ടാത്ത, ഇങ്ങനെയുള്ള ഒരു സമ്മാനങ്ങളെ കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അള്ളാഹു നമുക്ക് തന്ന കനിഞ്ഞരുളിയ നല്ല ഒരു സമ്മാനങ്ങളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. ആ സമ്മാനങ്ങൾ കേടുവരരുത്. അതിനെ നമ്മൾ പരിപാലിക്കുന്ന, പൊടി പുരണ്ടു പോവാതെ പരിപാലിക്കുന്ന രീതിയിൽ നമുക്ക് അതിനുള്ള അവസരമുണ്ടാക്കുന്ന ഒരു കവാടമാണ്, വിദ്യയുടെ കവാടമാണ് അൽബാബ് എന്ന് പറഞ്ഞ ഈ വിദ്യാഭ്യാസ കേന്ദ്രം. അള്ളാഹു ആ രീതിയിൽ നമ്മുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളായി നമുക്ക് കൺകുളിർമ നൽകുന്ന, റബ്ബന ഹബ് ലനാ എന്ന് പറഞ്ഞിട്ടൊരു ദുആ ഉണ്ടല്ലോ,
മിൻ ദുരിയാത്തിനാ വഖുറത അയ്യിൻ എന്ന് പറഞ്ഞ ദുരിയാത്തി എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ സന്താനങ്ങൾ. നമ്മുടെ ഇണകളിൽ നിന്ന് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന എന്ന് പറഞ്ഞ നമ്മുടെ ഇണകളിൽ നിന്ന് കൺകുളിർമ നൽകുക എന്നൊരു സംഭവമുണ്ട്. അതിലൂടെ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളായ ദുരിയാത്തുകൾ, അതിൽ നിന്നും കൺകുളിർമ നൽകുന്ന മക്കളാവണം. ആ മക്കളാവാൻ വേണ്ടി നമുക്ക് ഒരു ആ പ്രാർത്ഥനയിൽ തന്നെ ഒരു വാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അങ്ങനെ പറഞ്ഞാൽ എന്താ? പഠിച്ചോനെ, എന്റെ കുട്ടീനെ എനിക്ക് നീ കണ്ണിന് കുളിർമ നൽകുന്ന കുട്ടിയാക്കി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അതിന് എന്ത് വേണം? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളെ ഇവർക്കൊക്കെ മാതൃകായോഗ്യമായ രീതിയിൽ ഒരു റോൾ മോഡലായി പറ്റുന്ന വിധത്തിൽ, ഞങ്ങളെ കണ്ട് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ ഇമാമാക്കണം ഞങ്ങളെ, ഈ മക്കളുടെ ഇമാമാക്കണം ഞങ്ങളെ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. തഖ്വയുള്ളവർക്ക് ഇമാമാക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ മക്കൾക്ക് ഞങ്ങളെ കണ്ട് പഠിക്കാൻ പറ്റുന്ന സ്വഭാവം, ഞങ്ങളെ കണ്ട് പഠിക്കാൻ പറ്റുന്ന ശീലങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് നീ തരണം. അപ്പോഴാണ് ഈ മക്കൾ നന്നാവുക. അപ്പോ ആ പ്രാർത്ഥനകൾ ഒരുപാട് നമ്മൾ വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാ, ഇത്തരം ഒരു സന്ദർഭം ഉദ്ഘാടനം ചെയ്യാനും ഈ കുഞ്ഞുമക്കൾക്ക് അറിവിന് തുടക്കം കുറിക്കാനും മഹാനായ പാണക്കാട് സയ്യിദ് മുബശ്ശിർ അലി ശിഹാബ് തങ്ങൾ നമ്മളെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ടവർ നാട്ടിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അതിനവസരം ലഭിച്ചതിൽ വലിയ റാഹത്തും വലിയ ഹംദും അള്ളാഹുവിനോട് ചൊരിയുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ കുട്ടികൾക്ക് അലിഫ് എഴുതി കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഈ കുട്ടികളുടെ വിദ്യയുടെ കവാടം തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിലെല്ലാം റബ്ബനാ ഹബ് ലനാ മുഴച്ചു നിൽക്കണം. ഈ കുട്ടികൾക്ക് ഈ അറിവ് അവരുടെ ആകാശമുട്ടേ വരെയുള്ള അറിവുകൾക്ക് ഒരു തുടക്കമാണ്, ഒരു കവാടമാണ്, ഒരു വാതിലാണ് ഈ അൽബാബ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ മുഴുവനും റബ്ബിനോടുള്ള ഈ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകണം. മക്കളിലേക്ക് ആ മധുരം, നിങ്ങൾക്ക് മധുരം തരട്ടെ മക്കളെ, നിങ്ങളെ കയ്യില് മധുരം തരട്ടെ. നിങ്ങളെ കയ്യില് ഒരു മധുരം എങ്ങനെ തരും? ആ മധുരം എങ്ങനെ തരുമ്പോ നിങ്ങൾ വായിച്ചു തരുമോ എന്താണ് അത് എഴുതിയത് എന്ന്? എന്നിട്ട് നിങ്ങൾ ആ മധുരം എന്താക്കണം? മധുരം എന്താ കാട്ടുക? ആ തിന്നണം അല്ലേ? തുടച്ച് നല്ല വൃത്തിയാക്കി തിന്നണം. നിങ്ങളെ കയ്യൊക്കെ നല്ല വൃത്തിയല്ലേ? കുളിച്ചിട്ടല്ലേ ഇന്ന് രാവിലെ വന്നത്? ആ, നിങ്ങളുടെ വലുത് കൈയൊക്കെ ഒന്ന് കാണിച്ചു തന്നങ്ങനെ. മൈലാഞ്ചിട്ടവരുണ്ട്, നല്ല കുട്ടികളാണ്, സുന്ദരന്മാരായ കുട്ടികൾ, മാഷാ അല്ലാഹ്, സുന്ദരികളുണ്ട് അല്ലേ? ആ, നിങ്ങളുടെ ആ വലത്തെ കൈയില്ലേ, ആ വലത്തെ കൈ ഉസ്താദിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തരണം. കാണിച്ചു തരുമ്പോ മക്കൾക്ക് ഞാനൊരു മധുരം തരും. ആ മധുരം നിങ്ങൾ എന്താക്കണം? നല്ല തുടച്ച് കുടിക്കണം. എന്നിട്ട് നിങ്ങൾ അത് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് പഠിച്ച് നിങ്ങളുടെ ഉമ്മച്ചിയും നിങ്ങളുടെ ഉപ്പച്ചിയും ഒക്കെ ആഗ്രഹിക്കണ പോലെ നിങ്ങൾ നല്ല കുട്ടികളാവും. നല്ല കുട്ടികളാവണ്ടേ? എന്നാൽ എല്ലാരും റെഡിയല്ലേ? നിങ്ങളെ പേര് വിളിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പേര് വിളിക്കുന്ന ആള് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഉസ്താദ് ആ മധുരം തരും, അലിഫ് എഴുതി തരും. അല്ലാഹു നമ്മളെ നല്ല കുട്ടികളിൽ ഉൾപ്പെടുത്തട്ടെ. ദുആ ചെയ്യുമ്പോ എന്താ പറയാ നമ്മള്? ആമീൻ. എന്താ പറയാ? ആ, നമ്മളെ നല്ല കുട്ടികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആ, ഇൻഷാ അല്ലാഹ്. തുടങ്ങൽ